ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഹദീസ് ദുബാബ, ഈച്ചയെ സംബന്ധിച്ചുള്ള ഒരു ഹദീസ്. അതായത് നിങ്ങളുടെ പാനീയത്തിൽ ഒരു ഈച്ച വീണ് കഴിഞ്ഞാൽ അത് ജീവനുണ്ട്, അതിന്റെ ഒരു ചിറകിൽ അണുക്കളാണെങ്കിൽ അടുത്ത ചിറകിൽ അതിന് മറുമരുന്നുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വഹീഹായ ഹദീസാണ്. ചില യുക്തിവാദികളെങ്കിലും മലയാളക്കരയിലെങ്കിലും അതിനെയൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സയൻസ് പഠിക്കുമ്പോഴാണ് ഈ ഹദീസിന്റെ സാരാംശം പുണ്യനബി തങ്ങൾക്ക് ലഭ്യമായത് വഹീന്റെ വെളിച്ചത്തിലാണ് എന്ന് ബോധ്യപ്പെടാം. അതിന്ന് സത്യമാണെന്ന് വെളിപ്പെട്ടിരിക്കുകയാണ്. ടോക്കിയോ യൂണിവേഴ്സിറ്റി, ജപ്പാനിലെ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ ജോൺ ആൽവറസ് ബ്രാവോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രകാരനാണ് 1994 അദ്ദേഹത്തിന്റെ ഒരു പഠനം ഇക്കണോമിസ്റ്റ് പത്രികയിൽ അദ്ദേഹം ലോകത്തോട് വെളിപ്പെടുത്തിയത് ഓയിന്റ്മെന്റ് ഇൻ ദ ഫ്ലൈ ആന്റിബയോട്ടിക്സ്. ഈച്ചയിൽ പ്രതിരോധമുണ്ട്, ഈച്ചയിൽ മറുമരുന്നുണ്ട്. ഇത് ഒരു ഹദീസ് പഠിച്ചിട്ടൊന്നുമല്ല അവർ ആ പഠനത്തിലേക്ക് ഇറങ്ങിയത്. ഓബോൺ യൂണിവേഴ്സിറ്റി ജനുവരി 23, 2005 അവരുടെ ഒരു പബ്ലിഷിംഗ് പ്രോട്ടീൻ ഇൻ ഫ്ലൈ സലൈവ സ്പീഡ്സ് ഹീലിംഗ് ഓഫ് ഇൻസിഷൻ വൂണ്ട്സ് എന്ന് പറയുന്ന മനുഷ്യന്റെ മുറിവുകൾക്ക് വളരെ പെട്ടെന്ന് ശമനം ലഭിക്കാൻ കഴിയുന്ന പ്രോട്ടീൻ ഈച്ചകളുടെ സലൈവകളിലുണ്ട് എന്ന് കണ്ടെത്തിയ പഠനം ഇതോട് ചേർത്ത് വായിക്കണം. 2007 മാർച്ച് 11 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം നടന്നു. ഫ്രൂട്ട് ഫ്ലൈ ഇൻസൈറ്റ്സ് കുഡ് ലീഡ് ടു ന്യൂ വാക്സിൻസ്. മനുഷ്യനിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുന്ന വാക്സിനുകൾ നമുക്ക് ഫ്ലൈയിൽ നിന്ന്, ഈച്ചയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. എന്നിട്ട് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഓസ്ട്രേലിയക്കാരിയായ റിസർച്ചർ, അവർ ക്ലാർക്ക് എന്നാണ് അവരുടെ പേര്, അവരെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു. ഒരു പണ്ഡിതയാണ് അവർ. We are looking where we believe no one has looked before. ഒരിക്കലും ഒരിടത്തും ഒരാളും നോക്കാനിടയില്ലാത്ത ഒരിടത്താണ് നമ്മൾ പുതിയ ഗവേഷണവുമായി രംഗത്തിറങ്ങിയത്. അതായത് ഈച്ചയിൽ ആരെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? അവര് പറയാൻ no one, we are looking where we believe no one has looked before. ഈച്ചയിൽ മറുമരുന്നുണ്ട് എന്ന പഠനം നമ്മൾ നടത്തുമ്പോ ഈച്ചയെ കുറിച്ച് ഇങ്ങനെയൊന്നും പഠനങ്ങൾ ലോകത്ത് നടന്നിട്ടില്ല. ഡാനി കിങ്സ്ലി അദ്ദേഹത്തിന്റെ The New Buzz on Antibiotics, www.abc.net ഒക്ടോബർ 2002 ഈച്ചയുടെ ശരീരത്തിൽ കിടക്കുന്ന പ്രതിരോധത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് 21ാം നൂറ്റാണ്ടിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുക. ശാസ്ത്ര പഠനം ഖുർആനിക പഠനത്തോടൊപ്പം കൊണ്ടുപോകണം എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ വചനം സത്യമാണെന്ന് നമുക്കും സംശയം ചോദിക്കുന്നവർക്ക് മറുപടിയായി പറയുമ്പോൾ അവർക്കും അത് ബോധ്യപ്പെടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ പടക്കുമ്പോ ഈ ആകാശ ലോകങ്ങളിലെ ഗോളങ്ങളെ പടക്കുന്നതിന്റെ മുമ്പ് ثم استوى إلى السماء وهي دخان. Then Allah focused onto the sky when it was smoke. പ്രപഞ്ചത്തിൽ പുകപടലമായിരുന്നു. അങ്ങനെയാണ് ആകാശത്തിന്റെ സൃഷ്ടിപ്പ് നടക്കുന്നത്. فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين. ആസ്ട്രോണമി പഠിക്കുമ്പോഴേ ചില ആളുകളെങ്കിലും പറയും കോസ്മിക് ഡസ്റ്റ് എന്ന് അവർ പറയും. അത് പൊടിയാണല്ലോ, സ്മോക്ക് എന്ന് പറഞ്ഞ പുകയാണല്ലോ, പുകയായിരുന്നില്ല, അപ്പൊ ഖുർആൻ പുകയെന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് ചില ആളുകൾ ഈ ഒരു ആയത്തിനെ സംബന്ധിച്ച് പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നാസ പോലെയുള്ള ആധികാരിക സ്പേസ് പഠന കേന്ദ്രങ്ങളിൽ നിന്ന് അതൊരു പൊടിയല്ല, ഗുബാറല്ല, ഡസ്റ്റ് അല്ല, ഇറ്റ്സ് മോർ ലൈക്ക് എ സ്മോക്ക്, അത് ദുഹാന് തന്നെയായിരുന്നു എന്ന്
അതിസൂക്ഷ്മമായ സ്പേസ് പടലങ്ങളിൽ നിന്ന് പൊടിപടലങ്ങളിൽ പഠനങ്ങളിൽ തെളിയിച്ചിരിക്കുകയാണ്. ഡഗ്ലാസ് ബൈറസ് എന്ന് പറയുന്ന ശാസ്ത്രകാരനാണ് അതിസൂക്ഷ്മമായ ഈ പടലങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പഠനം നടത്തിയത്. അൺലൈക്ക് ഹൗസ് ഹോൾഡ് ഡസ്റ്റ്, നമ്മുടെ വീട്ടിൽ കാണുന്ന, നമ്മുടെ ഭൂമിയിൽ കാണുന്ന കോസ്മിക് ഡസ്റ്റ് ആക്ച്വലി കൺസിസ്റ്റ് ഓഫ് ടൈനി സോളിഡ് ഗ്രെയിൻസ്, മോസ്റ്റ്ലി കാർബൺ ആൻഡ് സിലിക്കേറ്റ്സ്. അതില് നമ്മൾ കാണുന്ന പൊടി പോലെയല്ല ആകാശലോകത്ത് കാണുന്ന ഈ ഒരു പൊടിയിൽ വളരെ അതിസൂക്ഷ്മമായ കാർബണും സിലിക്കേറ്റും അടങ്ങിയ അതിന്റെ ഗ്രൈനുകളാണ്, പടലങ്ങളാണ് കാണുന്നത്. വിത്ത് സിമിലർ സൈസസ് ടു ദ പാർട്ടിക്കിൾസ് ഇൻ സിഗരറ്റ് സ്മോക്ക്. ഇത് ലോകത്തോട് അവർ വിളിച്ചു പറയാൻ. The dust particle that are mixed with the gas are tiny, only a fraction of micrometer in size, and could therefore better be described as smoke. ഇപ്പൊ അവർക്ക് ബോധ്യപ്പെടാൻ അത് പൊടി എന്ന് പറഞ്ഞിരുന്ന സാധനം ഇപ്പോ ഡസ്റ്റ് അല്ല, സത്യത്തിൽ അത് സ്മോക്കിന് സമാനമായതാണ്. കാരണം കാർബണും സിലിക്കേറ്റുമുള്ള പൊടിപടലങ്ങളായിരുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ ആദ്യം എന്ന് ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ ദുഹാൻ എന്ന പ്രയോഗം എത്ര ആക്യുറേറ്റ് ആണ് എന്ന് 21ാം നൂറ്റാണ്ടിലെ മനുഷ്യരെ അല്ലാഹു ബോധിപ്പിക്കുകയാണ്. Cosmic dust particles are very small. To understand their size and consistency, they may best be visually compared to cigar smoke. ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ ഇത് saturn.jpl.nasa.gov ആ വെബ്സൈറ്റിൽ ചെന്നാൽ കാണാൻ കഴിയും. ആധികാരികമായ സ്പേസ് പഠനത്തെ കുറിച്ച് പറയാൻ അവകാശമുള്ള നാസയെ പോലെയുള്ള സംവിധാനങ്ങളാണ് വിശുദ്ധ വചനങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ സത്യമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ഇന്ന് കൊണ്ടുതരുന്നത്. അതുകൊണ്ടാണ് ഇന്നാ നഹ്നു നസ്സൽന الذِّക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആനിന്റെ അവതരണം നാമാണ് നടത്തിയത്. ഇന്നാ നഹ്നു നസ്സൽന الذِّക്റ, അത് നിങ്ങൾക്ക് സാരോപദേശമാണ്. വഇന്നാ ലഹു ലഹാഫിളൂൻ, ആ ഖുർആനിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ആ ഹിഫ്ള്, ഇതുപോലെയുള്ള ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനങ്ങളിലൂടെ ചെയ്യുന്ന മക്കളുടെ ഹൃദയങ്ങളിൽ ഖുർആൻ റിസർച്ചുകളിൽ, ശാസ്ത്രീയ പഠനങ്ങളിൽ, ഖുർആനിന്റെ ലിപികളിൽ, ഖുർആനിന്റെ ഓൺലൈൻ ഓഫ്ലൈൻ റിസോഴ്സുകളിൽ ഇതൊക്കെ ഖുർആന്റെ ഹിഫ്ളാണ്. അല്ലാഹു ഒരു വിഭാഗം ആളുകളെ അതിനുവേണ്ടി തയ്യാർ ചെയ്തിരിക്കുകയാണ് ഭൂമിയിൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിന്റെ ഈ വചനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് ഹാഫിളീങ്ങളാവാൻ പറ്റിയില്ല, ഖുർആൻ പഠിതാക്കളാകാൻ പറ്റിയില്ല. എന്നാൽ അത്തരം പഠനം നടത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ഒരു അന്നമോ വെള്ളമോ വെളിച്ചമോ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരു മഹാദൗത്യത്തിന്റെ ഭാഗമാകാൻ നമുക്കും സാധിക്കും എന്ന് ഈ റഹ്മാനിയ ഹിഫ്ദുൽ ഖുർആൻ അറബി കോളേജിന്റെ മുറ്റത്ത് നിന്ന് എന്റെ ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ വലിയ ആദരവ് ബഹുമാനം മനുഷ്യരോട് കാണിച്ചു എന്ന് ആമുഖമായി ഒന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ആദരവ്, പടച്ച തമ്പുരാൻ നമ്മളെയൊക്കെ ബഹുമാനത്തോടുകൂടെയാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ അങ്ങനെ ഒരു ഇൻസിഗ്നിഫിക്കന്റ് ഹ്യൂമൻ ബീയിങ് അല്ല. ഖുർആനിൽ